അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിക്കുന്നെന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. വരും ദിവസങ്ങളിൽ ചൂട് കുറയും എന്ന് പ്രതീക്ഷിക്കാമോ? വേണു, എന്തായാലും പൊള്ളുന്ന വേനൽ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉണ്ടായിരുന്ന ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ പക്ഷേ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും. വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപകമായി മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇത്തവണ. അതുമാത്രമല്ല, ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കാലവർഷം കേരളത്തിലെത്തും. ശക്തമായ മൺസൂൺ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ശക്തമായ തിരമാല ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് റെഡ് അലേർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടി ആ റെഡ് അലേർട്ടിന് മയപ്പെടുത്തി ഓറഞ്ച് അലേർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി പക്ഷേ കേരള തീരത്ത് ശക്തമായ കടലേറ്റത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമാണെന്ന് നേരത്തെ ലേബർ കമ്മീഷണറും ഉത്തരവിറക്കി. നേരത്തെ തൊഴിൽ ക്രമീകരണങ്ങളിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത്. അതിന്റെ ഏറ്റവും പുതിയമായി ഈ KSEB കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഭവനിൽ പുതിയ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ ഈ ചൂട് കൂടിയതും ഒപ്പം തന്നെ ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വൈദ്യുതി തടസ്സമൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യുതി ഭവനിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം തുറന്നിട്ടുള്ളത്. വേണു, ശരി. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.